ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്ന് നിങ്ങളിലേക്ക് വരുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് 4 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. 4 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം സേവ് ചെയ്തിരിക്കുകയാണ്. പെന്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ നിങ്ങൾ സമ്പത്തിനെ സേവ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുമല്ല, നിങ്ങൾക്ക് കിട്ടുന്നത് സേവ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നിങ്ങൾ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ 2 എണ്ണം കയ്യിൽ പിടിച്ചിരിക്കുന്നു, ഒരെണ്ണം തൊട്ട് മാറിലേക്ക് അടുക്കി പിടിച്ചിരിക്കുന്നു. ഇവിടെ ഒന്ന് മറ്റേ കൈ കൊണ്ട് അടുക്കി പിടിച്ചിരിക്കുന്നു. ഇതൊന്നും ആർക്കും വിട്ടുകൊടുക്കാനും ഒന്നും തയ്യാറല്ല. സേവിങ് ആണ് ഇത്. നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു സേവിങ് ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചാരിറ്റി ട്രസ്റ്റിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കൂടി നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നതിൽ പങ്ക്, നിങ്ങൾ അഥവാ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു സേവിങ് ഉണ്ടല്ലോ, അഥവാ നിങ്ങളുടെ സാലറിയിൽ നിന്നായാലും നിങ്ങളുടെ ആ ഒരു ബെനിഫിറ്റിൽ നിന്നായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് 1% നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിയുന്നത് ചാരിറ്റിക്ക് കൊടുക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറച്ചെങ്കിലും ഒരംശമെങ്കിലും നമുക്ക് കിട്ടുന്നതിൽ ഒരംശമെങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇനി അതല്ല ആർക്കെങ്കിലും പാവങ്ങൾക്ക് ഒരു വ്യക്തിക്കായാലും അത് ദാനം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അതിന് ഇരട്ടിയായി തിരികെ വരും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതിലൂടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ നടക്കും. അത് നമ്മൾ സന്തോഷത്തോടു കൂടി കൊടുക്കണം. കൊടുക്കുന്നത് എങ്ങനെയായാലും നമുക്ക് സന്തോഷത്തോടു കൂടി ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആ സന്തോഷത്തിൻ്റെതായ എനർജി, ഹൃദയത്തിന്റെ ഭിത്തികളൊക്കെ ഒന്ന് ആർദ്രമാകും. മനസ്സിലായോ? അങ്ങനെ വേണം കൊടുക്കാൻ. സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി വേണം. മറ്റൊരാൾ അറിയാനല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിന്, നമ്മളുടെ സന്തോഷത്തിന്, മറ്റുള്ളവരുടെ തൃപ്തിക്ക്, അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമ്മളുടെ ഹാർട്ട് ചക്ര ഒന്ന് ആക്റ്റീവ് ആകുന്നത്, മറ്റുള്ള ചക്രാസിനും അതിനുള്ള ആ ഒരു എനർജി ലഭിക്കുന്നത്. മനസ്സിലായോ? ഹാർട്ട് ചക്ര എന്ന് പറയുമ്പോൾ നമ്മളുടെ 7 ചക്രാസിൽ മിഡിൽ 1 ആണ്. അപ്പോൾ ഈ മിഡിൽ ചക്ര ഒന്ന് ആക്റ്റീവ് ആകുമ്പോൾ എന്താണ്, അവിടെ അതിനൊരു ഒരു ചലനം വരുമ്പോൾ തീർച്ചയായിട്ടും മറ്റ് ചക്രാസും, അപ്പർ 3 ചക്രാസ്, ലോവർ 3 ചക്രാസ് ഒന്ന് ആക്റ്റീവ് ആകും. അതാണ് നമ്മളിലേക്ക് വീണ്ടും വീണ്ടും ധനത്തെ കൊണ്ടുതരുന്നത്, വീണ്ടും വീണ്ടും ബ്ലെസ്സിങ്സ് നമ്മളിലേക്ക് വരുന്നത്. മനസ്സിലായി? അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, എത്രയോ വലിയ ആൾക്കാർ എപ്പോഴും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം കൊടുക്കുന്നു. അവരിലേക്ക് ഒരുപാട് ധാരാളമായിട്ട് പണം വന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെയൊക്കെ രഹസ്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ദാനം ചെയ്യേണ്ടത് എന്നുള്ളൊരു ഗൈഡൻസ് ആണ് നമുക്ക് ഇവിടെ ഇന്ന് ലഭിക്കുന്നത്. മനസ്സിലായി? അല്ലാതെ നമുക്ക് കിട്ടുന്നത് മുഴുവൻ നമ്മൾ തിന്നു കുടിച്ച് തീർത്തു, ഇനി അതിനപ്പുറവും കൂടെ കടം മേടിച്ച് നമ്മൾ ചെലവാക്കി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അധപ്പതനത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു ഉത്പാദനം വരില്ല, കാരണം നമ്മൾ മുകളിലേക്ക് പോകുന്നില്ല. വീണ്ടും നമ്മൾ കടബാധ്യതകളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എത്ര വരുമാനമുണ്ടോ അതിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. അതിലൊരു അംശം നമ്മൾ മാത്രം ഇതുപോലെ ഇത്തരത്തിൽ നമ്മൾ ഒന്ന് ദാനം ചെയ്യാൻ കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ കൂടി മുഴുകൂ എന്നാണ് പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് 5 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഫോക്കസിങ് കൊണ്ട് എന്താ നെഗറ്റീവിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, എനർജി. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ദൈവം തന്ന ബ്ലെസ്സിങ്സിലേക്ക് ദൃഷ്ടി കൊടുക്കണം. ദൈവം തന്ന ബ്ലെസ്സിങ്സ് എന്താണെന്നൊന്നും ആരും കാണുന്നില്ല, റിയാലിറ്റിയിലേക്ക് ആരും വരാൻ ശ്രമിക്കുന്നില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു റിയാലിറ്റിയിലേക്ക് വരണം. ഞാൻ എന്തിനു ജീവിക്കുന്നു, ഞാൻ എങ്ങനെയാണ് ഞാനായി മാറിയത്, ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത്, എൻ്റെ കഴിവുകൾ എന്താണ്, എനിക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങളുണ്ട്, ഇതിനൊക്കെ ഞാൻ അർഹനാണോ അല്ലെങ്കിൽ അർഹയാണോ, എനിക്ക് എന്തൊക്കെയാണ് ലഭിക്കുന്നത് ഓരോ ദിവസവും, എനിക്ക് സ്നേഹം ലഭിക്കാനുള്ള, ആരുടെയെങ്കിലും സ്നേഹം ലഭിക്കുമ്പോൾ എനിക്കത് ലഭിക്കാനുള്ള അർഹത എന്താണ്, ഞാൻ എന്താണ് മറ്റുള്ളവർക്ക് ഡിസർവ് ചെയ്യുന്നത്, മനസ്സിലായി, ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എന്താണ്, ഞാൻ ഇതിന് അർഹയാണോ എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം. അല്ലാതെ നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോയോ അതിനെക്കുറിച്ച് ഓർത്ത് വിലപിച്ചിരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ല. നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് കൈകൾ തന്നിട്ടുണ്ട്, കാലുകളുണ്ട്, നമുക്ക് സംസാരിക്കാൻ കഴിവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതിലൊന്നും ഇല്ലാത്ത എത്രയോ ആൾക്കാർ ഈ ഭൂമിയിൽ ജീവിക്കുന്നു, അല്ലേ? നിങ്ങൾ അവരിലേക്ക് ഒരിക്കലെങ്കിലും നോക്കിയിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും അവരെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ ജീവിതം ഒരു ഉയർച്ചയിലേക്ക് വരികയുള്ളൂ. അപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് ദൈവം എന്തെല്ലാം സൗഭാഗ്യങ്ങൾ തന്നു എന്ന്. അല്ലാതെ ആരുടെയെങ്കിലും ഒന്ന് സ്നേഹം നഷ്ടപ്പെട്ടു, അതുമല്ല ആരെങ്കിലും നമ്മളിൽ നിന്നും ഒന്ന് വിട്ടുപോയി, അല്ല ഇനി എന്തെങ്കിലും ചിലപ്പോൾ സാമ്പത്തിക നഷ്ടം വന്നു, എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നമ്മൾ വിഷമം അനുഭവിക്കുന്നുണ്ടോ, ഇതൊന്നും നമുക്കൊരു പ്രശ്നമാക്കി എടുക്കേണ്ട കാര്യങ്ങളില്ല. ഇതൊന്നും വലിയ വലിയ കാര്യങ്ങളല്ല. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇത്ര മാത്രമാണ്: എനിക്ക് എന്ത് കുഴപ്പമാണുള്ളത്, എനിക്കെന്ത് പ്രശ്നമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ദൈവം എനിക്ക് ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്, ഞാൻ അതിൽ സന്തുഷ്ടനാണ് അല്ലെങ്കിൽ സന്തുഷ്ടയാണ്. ഇനി എന്നും ഞാൻ അതില് ദൈവത്തിന് നന്ദി പറയുന്ന ആളായിരിക്കും എന്ന് വേണം കരുതാൻ. ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 കപ്പുകൾ മറിഞ്ഞു കിടക്കുന്നു, 2 കപ്പുകൾ ബാക്കിലുണ്ട്, അതൊന്നും കാണുന്നില്ല, സൗഭാഗ്യങ്ങളെ കാണുന്നില്ല എന്നുള്ള അർത്ഥമാണ് ഇവിടെ വീണ്ടും വന്നിരിക്കുന്നത്. 5 ഓഫ് കപ്സിന്റെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഇത് ഒന്ന് പിന്തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. മനസ്സിലായോ? ഒന്ന് തിരിഞ്ഞു നോക്കണം ദൈവം തന്ന സൗഭാഗ്യങ്ങളിലേക്ക്. അതാണ് ഇവിടെ പറയുന്നത്. അടുത്തായിട്ട് എന്താണ് നോക്കാം. ഇവിടെ റിന്യൂവലാണ്. എന്തൊക്കെയോ റിന്യൂവൽ കണ്ട. അപ്പോൾ ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് വെളിപ്പെടാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ മനസ്സിലാക്കേണ്ടത്, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നിങ്ങളുടെ കർമ്മയൊക്കെ ഒന്ന് റിലീസാവുന്ന ഒരു സമയമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ദുഃഖിച്ചിട്ടുണ്ടാവാം. ചിലപ്പോഴൊക്കെ കണ്ടില്ലേ, ഇവിടെ സാമ്പത്തികത്തിന് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവാം, മറ്റു ചില സ്നേഹബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, ജോലിക്കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്, അല്ലെ? അപ്പൊ ഈ പ്രശ്നങ്ങളെ വലിയ വലിയ തോതിൽ കാണാതെ തീർച്ചയായിട്ടും നിസാരമായ ഭാവത്തിൽ അതിനെ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും കർമ്മ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല ഒരു വഴി തെളിഞ്ഞു കിട്ടുന്നു. പല കാര്യങ്ങളുടെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാകുന്നു. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു? ആരും ഇങ്ങനെ ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചത്? അതിൻ്റെ റിയാലിറ്റി, അത് മനസ്സിലാക്കാനുള്ള കഴിവ് ആരും നേടിയെടുക്കുന്നില്ല. പകരം ചെയ്യുന്നത് എന്താണ്? എനിക്ക് മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള ഒരു ദുരിതം വന്നിരിക്കുന്നത്, അതിന് ദൈവത്തെ ശപിച്ചു കഴിയുക. അങ്ങനെയൊന്നും പാടില്ല. മനസ്സിലായോ? എൻ്റെ ജന്മം എന്താണ് ഇങ്ങനെ ആയിപ്പോയത്? ഇതൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. മനുഷ്യ ജന്മം എന്ന് പറയുന്നത് എന്താണ്? വളരെ ശ്രേഷ്ഠകരമായ ഒരു ജന്മമാണ്, വളരെ പുണ്യജന്മമാണ്. പുണ്യം ചെയ്ത വ്യക്തികൾക്ക് മാത്രമാണ് മനുഷ്യനായി ജനിക്കാനുള്ള അവകാശമുള്ളത്. ആ ഒരു അവകാശം യൂണിവേഴ്സ് നമുക്ക് തന്നിരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള നിസ്സാരമായ കാര്യങ്ങളിൽ കൂടെയും മനസ്സിലാക്കി, അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി സന്തോഷത്തിലേക്ക് വരികയാണ് വേണ്ടത്. എപ്പോഴും നിരാശപ്പെട്ടിരിക്കാൻ പാടില്ല. ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തിന്? നമ്മള് കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെ
അതുമല്ല എങ്കിൽ പല കാര്യങ്ങളിൽ എന്താണ് നമുക്ക് പുതിയൊരു ഡയറക്ഷനിലേക്ക് ഇനി എങ്ങനെയാണ് പോകേണ്ടത്, പുതിയൊരു വഴിത്തിരിവിലേക്ക് പോകണമല്ല. നമ്മൾ എന്നും ഇങ്ങനെ തന്നെ ഒരേ ലെവലിൽ ജീവിച്ചു പോകേണ്ട കാര്യമില്ല. മാറ്റങ്ങൾ കൊണ്ടുവരണം. ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് പുതിയ പുതിയ സന്തോഷങ്ങൾ നമ്മളെ തേടി വരുന്നത്, അല്ലേ? അപ്പൊ അങ്ങ് പലർക്കും അത് മനസ്സിലായിട്ടുള്ള കാര്യമാവണം. കുറേയൊക്കെ നെഗറ്റീവ് എനർജിയെ നമ്മൾ വിടുതൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പോസിറ്റീവ് എനർജിയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഒത്തിരി ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെയൊക്കെ നമുക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല വഴിയിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കും. അപ്പോൾ അവിടെ നമുക്ക് എന്താണ്, ബുദ്ധി കൂടുതലായിട്ട് നമുക്ക് ലഭിക്കും, സന്തോഷവും അതുവഴി നമ്മളെ തേടി വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയൊരു അധ്യായം തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അധ്യായത്തിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും ക്ലാരിറ്റി ലഭിക്കും. യൂണിവേഴ്സിന് ഫൊർഗിവ്നെസ് പറഞ്ഞ് തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് അർത്ഥമുണ്ടെന്നും പ്രപഞ്ച സത്യം എന്താണെന്നും ക്ലാരിറ്റി ലഭിക്കുന്ന ഒരു സമയത്തേക്ക് നമുക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എന്ന് പറയുന്നത്. എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അത് നിങ്ങൾ ചെയ്യൂ എന്നാണ് പറയുന്നത്. പുതിയൊരു ലൈഫിലേക്ക് വരാൻ വേണ്ടി ഇനി എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാമോ അതൊക്കെ ചെയ്യൂ. എഴുന്നേൽക്കൂ, മടി പിടിച്ചിരിക്കാതെ നിങ്ങൾ എഴുന്നേൽക്കൂ. കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കാതെ, വിലപിച്ചിരിക്കാതെ, മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിരിക്കാതെ, മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ വളരെ ഒരു മഹാപാപമാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഒക്കെ ഒരു വിടുതൽ വാങ്ങിയിട്ട് നിങ്ങൾ മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പുതിയൊരു ലൈഫിലേക്ക് തന്നെ നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിന്റെ തന്നെ എന്താണ്, നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് തന്നെ മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ലൈഫിലൂടെ മുന്നോട്ട് വരികയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ കണ്ടില്ലേ, 9 ഓഫ് സോഡിന്റെ എനർജിയാണ്. ഇവിടെ ഉറക്കമില്ലാത്ത രാത്രികൾ കഴിച്ചുകൂട്ടുന്നു എന്നുള്ളതാണ് കാര്യം. ഇവിടെ കർമ്മ ഫേസ് ചെയ്യുകയാവണം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഫിയർ അനുഭവിക്കുന്നു, പേടി അനുഭവിക്കുന്നു. പലപ്പോഴും രാത്രിയിലൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും ഒക്കെ തരത്തിൽ പേടി ഉണ്ടാവാം. ഈ പേടി എന്ന് പറയുന്നത് നമുക്ക് നല്ല കാര്യമല്ല. എന്തിനു വേണ്ടി പേടിക്കുന്നു എന്നുള്ളത് ആദ്യം ക്ലിയർ ആക്കണം, ക്ലാരിറ്റി വരുത്തണം. എന്തിനു വേണ്ടി നമ്മൾ പേടിക്കുന്നു അത് മനസ്സിലാക്കണം, അതിന്റെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളണം. എന്നിട്ട് വിചാരിക്കണം, ഇതെന്റെ കർമ്മയാണ്, ഇതെനിക്ക് വന്നു ചേരേണ്ടത് തന്നെയാണ്, എന്നിൽ എന്താണ് തെറ്റ് അതിനെ തിരുത്താൻ ആദ്യം ശ്രമിക്കുക. ഞാൻ ചെയ്ത തെറ്റെന്താണ്, ഈഗോ മനസ്സിലുണ്ടെങ്കിൽ അതിനെ കുറച്ചൊന്ന് താഴെ വയ്ക്കുക, മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. കേട്ടോ? അപ്പൊ എല്ലാവരും അങ്ങനെ വേണം ചിന്തിക്കാൻ. കുറച്ചൊക്കെ ഈഗോ പലർക്കും കാണും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുമായിട്ട് പിണങ്ങിയിട്ട് അവർ തന്നെ എന്നോട് ഇനി മിണ്ടിക്കൊണ്ട് വരണം എന്നുള്ള വാശി പിടിച്ചിരിക്കാൻ പാടില്ല. ഇനി അതുപോലെ തന്നെ സമൂഹത്തിലൊക്കെ നിങ്ങൾ സുഹൃത്തുക്കളുടെ ഇടയിൽ ഒന്ന് പെരുമാറുമ്പോൾ, അഥവാ ജോലി സ്ഥലത്താണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ പോലും ഞാനാണ് വലുതെന്നുള്ള ഒരു ഭാവം മനസ്സിലുണ്ടെങ്കിൽ അതിനെ അങ്ങ് കളയണം. എന്നെ പോലെയാണ് മറ്റുള്ളവരും എന്നുള്ള ഒരു ചിന്ത, സമത്വം വെച്ച് പുലർത്തുകയാണെങ്കിലുണ്ടല്ലോ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന്, ഒരുപാട് ദുഃഖങ്ങളിൽ നിന്നും നമുക്ക് റിലീസാവാൻ സാധിക്കും. ഒരു മോചനം നമുക്ക് ലഭിക്കും. മനസ്സിലായോ? അപ്പൊ കുറച്ചൊന്ന് താഴുക, അത്രയേ വേണ്ടൂ, അല്ലാതെ വേറെ ഒന്നും വേണ്ട. റിലേഷൻഷിപ്പിൽ പ്രശ്നം വരുമ്പോഴെന്താണ്, കുറച്ചൊന്ന് താണു കൊടുക്കുക. അവരുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് ചെയ്യാൻ കൂടെ ശ്രമിക്കുക. പരസ്പരം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, പരസ്പരം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത്ര മാത്രം മതി. അല്ലാതെ ഞാൻ വലുത്, ഞാൻ പറയുന്നത് കേൾക്കണം, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്, ഇതൊന്നെ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അതിൻ്റെ ആ ഒരു എനർജി നിങ്ങൾക്ക് തന്നെയാണ് ബാധകമാകുന്നത്. അവിടെ ആ നെഗറ്റീവ് എനർജിയെ വഹിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മനസ്സിലായ, മറ്റുള്ളവർക്കും അത് ബാധകമാകും. അതിനേക്കാൾ നല്ലത് നമ്മൾ കുറച്ചൊന്ന് ഒതുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ, ഒന്ന് താഴ്ന്നു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും സന്തോഷം, അവർക്കും സന്തോഷം. അത്തരത്തിലൊരു ജീവിതത്തിലൂടെ മുന്നോട്ട് വരൂ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇനി ഇവിടെ ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടാകും പലപ്പോഴും. അങ്ങനെ എല്ലായ്പ്പോഴും ദുഃഖത്തിലൂടെ നിങ്ങൾ ദുഃഖം വഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഉറക്കമില്ലായ്മ അനുഭവപ്പെടും, മറ്റു പല പ്രശ്നങ്ങളുണ്ടാവും, നെഗറ്റീവ് എനർജിയിലാണ്ടുപോകും, ഒത്തിരി മടി പിടിച്ച ജീവിതം നയിക്കേണ്ടി വരും. എന്തിന്? അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. പ്രശ്നം എന്താണോ അത് മനസ്സിലാക്കി മുന്നോട്ട് അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള രാത്രികളെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും.
എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ തീരെ അങ്ങ് ഉറക്കമില്ലാതെ വരുമ്പോൾ ചിലപ്പോൾ രാത്രി എന്തെങ്കിലുമൊക്കെ മ്യൂസിക്കൊക്കെ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് കിടക്കാവുന്നതാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉറക്കം വരും. ആവശ്യമില്ലാത്ത തോട്ട്സിനെ മൈൻഡിൽ നിന്നും തീർത്തും ഉപേക്ഷിക്കുക. ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് വരുന്നത്? വൈസ് കൗൺസിലർ ആണ്. അതായത് നമുക്ക് ഒരു ഡിവൈൻ മസ്കുലിൻ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പലർക്കും ഇത്തരത്തിലുള്ള എനർജിയിലേക്ക് പോകാൻ സാധിക്കുന്നു, കണ്ടില്ലേ? മറ്റ് അതുപോലെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്ന ഒരു സമയം, മനസ്സിലായി? നിങ്ങൾക്ക് പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു സാഹചര്യം അടുത്തു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെ പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയില്ല. അത്രമാത്രം ഉയർന്ന എനർജിയാണ് നിങ്ങൾ വഹിക്കുന്നത്, മനസ്സിലായി? നിങ്ങളുടെ എനർജിയുമായിട്ട് മാച്ചാവാൻ കഴിയാതെ പലരും നിങ്ങളെ വിട്ടുപോകുന്നുണ്ടാവാം, അല്ലെ? നിങ്ങൾ വിചാരിക്കും അവരുമായിട്ടൊരു സ്നേഹം വേണം, പക്ഷെ യൂണിവേഴ്സ് അതിന് സമ്മതിക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എനർജി നിങ്ങൾക്ക് മാച്ചാവുന്നില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ അവരെ നിങ്ങളിൽ നിന്നും അകറ്റി നിർത്തും യൂണിവേഴ്സ്. നമ്മൾ വിചാരിക്കും പലപ്പോഴും എത്ര സ്നേഹമായിട്ട് കഴിഞ്ഞിരുന്നതാണ്. ചില പ്രശ്നങ്ങൾ അവർ തന്നെ ഉണ്ടാക്കിയിട്ട് തമ്മിൽ അകറ്റുന്ന ഒരു സ്വഭാവം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും വിചാരിച്ചാൽ മതി, ഇത് യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഇത്തരത്തിലൊരു കണക്ഷൻ കൊണ്ടുവന്ന് യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഇതിൽ നിന്നും ഒരു വിടുതൽ വരുത്തിയിരിക്കുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂടുതലായിട്ട് യൂണിവേഴ്സിലേക്ക് പ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത്രമാത്രം നിഷ്കളങ്കമായിട്ടുള്ള പെരുമാറ്റമാണ് നമ്മുടെ കയ്യിലുള്ളത്, മനസ്സിലായി? അപ്പോൾ നിഷ്കളങ്കരാണ് നമ്മൾ. ഹൃദയം പരിശുദ്ധമാകുന്നു. കൂടുതൽ പരിശുദ്ധമായി വരണമെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ജനങ്ങളെ, ആൾക്കാരെ നമ്മളിൽ നിന്ന് അകറ്റിയാൽ മാത്രമേ അത് സാധിക്കൂ. അവരൊരിക്കലും നന്നാവാൻ പോകുന്നില്ല, മനസ്സിലായോ? നമുക്ക് മാത്രമേ നന്നാവാൻ പറ്റൂ, നിങ്ങൾക്ക് മാത്രമേ നന്നാവാൻ പറ്റൂ, നിങ്ങൾ മാത്രമേ ശരിയാകൂ. ഭഗവത്ഗീതയിൽ അർജുനനോട് മാത്രമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതോപദേശം നൽകുന്നത്. എന്തുകൊണ്ടാണ്? അർജുനൻ അത് മനസ്സിലാക്കിയാൽ മാത്രമേ ലോകത്തിന് പ്രയോജനപ്രദമാവുകയുള്ളൂ. നല്ല വ്യക്തികൾ മനസ്സിലാക്കണം ചില കാര്യങ്ങൾ. അതിനായിട്ടാണ് യൂണിവേഴ്സ് ചില ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഇൻഡ്യൂഷൻ ഉണ്ടാവുന്നു, നല്ല പോസിറ്റീവ് എനർജിയിൽ നിൽക്കാൻ സാധിക്കുന്നു. മറ്റു ചില ആൾക്കാരെ നിങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നു. ഇതിലൊന്നും വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ചിലർ പിണങ്ങി പോകുന്നെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ, നമുക്കത് വേണ്ട എന്ന് മാത്രം കരുതിയാൽ മതിയാകും, മനസ്സിലായ? അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ, ചില സത്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരികയാണ് വേണ്ടത്. അതിലൂടെയാണ് നിങ്ങൾക്ക് മനസമാധാനവും ശാന്തിയും സന്തോഷവും ലഭിക്കുന്നത് എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. സോറി. ഇവിടെ നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ വീലാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? എ ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് ഓർ ദി എൻഡ് ഓഫ് ഡിലേസ്, കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് സഡൻ ഒരു അൺഎക്സ്പെക്റ്റഡ് പ്രോഗ്രസ് ആണ്. നിങ്ങൾക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രോഗ്രസ് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എൻഡാക്കും. നമ്മളിവിടെ പറഞ്ഞു, പല കൂട്ടുകെട്ടുകളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എൻഡാക്കാൻ സാധിക്കുന്നു. നമ്മൾ എൻഡാക്കിയില്ല എങ്കിൽ പോലും യൂണിവേഴ്സായിട്ട് എൻഡാക്കി തരുന്നുണ്ട്, മനസ്സിലായോ? അവിടെ നിന്നുമാണ് നമുക്ക് പുതിയൊരു സ്റ്റാർട്ടിങ്ങിലേക്ക് വരാൻ സാധിക്കുന്നത്. ആ പുതിയൊരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ആണ്. ഇവിടെ വെരി പോസിറ്റീവ് ചേഞ്ചസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത്. അവിടെ എന്താണ്? ട്രാവൽ ഓർ എ ന്യൂ വെഹിക്കിൾ. ഇവിടെ എന്താണ്? ട്രാവൽ ചെയ്യാനുള്ളത് സമയം കിട്ടുന്നു. ട്രാവൽ ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്കാവാം, മനസ്സിലായി? അതുപോലെ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഏത് കാര്യത്തിലേക്കാണോ പോകേണ്ടത് അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അവിടെ നിങ്ങൾക്ക് സക്സസ് ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ ഒരു ഭാഗ്യസമയം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്, മനസ്സിലായി? ഇവിടെ അത്തരത്തിലുള്ള വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. കാരണം അൺഎക്സ്പെക്റ്റഡ് പ്രോഗ്രസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ഇതുവരെയുള്ള സമയത്തിൽ നിന്നും വളരെ നല്ല മെച്ചപ്പെട്ട ഒരു സമയം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. നിങ്ങളുടെ ഭാഗ്യസമയമാണ് ഇതെന്ന് മനസ്സിലാക്കുക.
അവിചാരിതമായിട്ട് പലതരത്തിലുള്ള പ്രോഗ്രസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നുണ്ട്. പുതിയ ചില തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് 2 ഓഫ് സോഡിന്റെ എനർജിയാണ്. കാരണം എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, എങ്ങനെ മുന്നോട്ട് വരണം എന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിയാലിറ്റിയിലേക്ക് വരിക. ഇത്തരത്തിൽ മനസ്സിനെ കൺഫ്യൂസ്ഡ് ആക്കുന്ന പല എനർജീസും ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ അതിനെ ഉപേക്ഷിക്കാൻ ശ്രമിക്കണം. തൽക്കാലത്തേക്ക് അത് പറ്റുന്നില്ല എങ്കിൽ അതിനൊരു സമയമുണ്ട്, മനസ്സിലായി. അപ്പൊ തൽക്കാലം അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാതിരിക്കുക. ഏതൊരു പ്രശ്നത്തിലാണോ നിങ്ങൾ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്, എന്ത് തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ അതിനെ അവിടെ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് ഉപേക്ഷിക്കുക. പിന്നീട് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല വഴി തെളിഞ്ഞു കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുന്നതാണ്. മനസ്സിലായോ? അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഒന്ന് 2-3 കാർഡ്സ് എടുത്ത് നോക്കാവേ. വൈസ് ആണ് ഗ്രോ വിതിൻ യുവർ കറന്റ് സിറ്റുവേഷൻ. കണ്ടില്ലേ? ഇപ്പം നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ എന്താണ്, അതിലൂടെ നിങ്ങൾ ഗ്രോ വിത്തിൻ, അതിലൂടെ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ വീൽ ഓഫ് ഫോർച്യൂൺ വന്നതാണ്, നമ്മളുടെ ഭാഗ്യസമയം വന്നു. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് അതിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ബുദ്ധിപൂർവ്വം ചിന്തിച്ച് നോക്കൂ. നിങ്ങൾക്കതിന് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ധാരാളമായി ലഭിക്കുന്നുണ്ട്. ഇവരെന്താണോ, ഇവരെ കാണുമ്പോൾ, അതായത് ഒരു മൂങ്ങയെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു കാക്ക നമ്മളുടെ അടുത്ത് വന്നിരിക്കുമ്പോഴോ എന്തെങ്കിലും ചില ചേഞ്ചസ് ജീവിതത്തിൽ വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നമ്മളുടെ കറന്റ് സിറ്റുവേഷനിൽ നമുക്ക് എന്താണോ വരാൻ പോകുന്നത് അവിടെ ഒരു വളർച്ച ഉണ്ടാവുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഗ്രേറ്റ് ടീച്ചർ, ലേൺ ഫ്രം സ്പിരിച്വൽ എക്സ്പീരിയൻസസ്. കാരണം ഇവിടെ നമുക്ക് നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കും. ആത്മീയപരമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലെ? തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ആത്മീയതയുടെ പാതയിലാണ്, ആത്മീയമായ വഴിയിലൂടെയാണ് നിങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പാഠങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അതുമല്ല, ഒരുപാട് പാഠം പഠിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഈ വഴിയിലൂടെ വരുന്നത് തന്നെ, അല്ലെ? ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പല കാര്യങ്ങളും മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മളൊരു സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നത് തന്നെ, അല്ലെ? എനിക്കിനി അത് വേണ്ട, ആ നെഗറ്റീവ് എനർജി ഞാൻ ഇനി വഹിക്കുന്നില്ല എന്ന് തീർത്തും നമ്മൾ ഉപേക്ഷിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെ മുന്നോട്ട് വരുമ്പോഴാണ് നല്ല ഒരു ജീവിതത്തിലേക്ക്, സമാധാനത്തിലേക്ക് നമുക്ക് വരാൻ കഴിയുന്നത്. അവിടെ നിന്നുമാണ് നമ്മൾ ചില പാഠങ്ങൾ പഠിക്കുന്നത്. അത് എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ചില കഷ്ടതകൾ അനുഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെ സ്പിരിച്വൽ വേയിലൂടെ വന്നതിന് ശേഷം മാത്രമാണ്. അങ്ങനെ നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പ്രൊട്ടക്ഷൻ ഗാർഡിയൻ ആണ് ഇവിടെ, കണ്ടില്ലേ? ഗാർഡിയൻസിന്റെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഡ്രോപ്പ് യുവർ ഷീൽഡ്സ് എന്ന് കാണുന്നുണ്ട്. അതായത് ഗാർഡിയൻ ഏഞ്ചൽസിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. നമ്മൾ മുന്നോട്ട് വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞല്ല, നമ്മളൊരു സ്പിരിച്വൽ വേയിലൂടെ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും പല പാഠങ്ങളും കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോഴേക്കും നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അവിടെയാണ് നമുക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത്. ഗാർഡിയൻ ഏഞ്ചൽസിന്റെ, ആൻസിസ്റ്റേഴ്സിന്റെ ഒക്കെ പ്രൊട്ടക്ഷൻ നമുക്കിപ്പോൾ ലഭിക്കുന്ന സമയമാണെന്നാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങളുടെ ഷീൽഡ്സ്, ഡ്രോപ്പ് യുവർ ഷീൽഡ്സ്, അതായത് നമ്മളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നു. കാരണം അതുവരെയുള്ള മുഖം മൂടി, അതുവരെ നമ്മൾ എങ്ങനെയൊക്കെയാണോ നടന്നിരുന്നത് ആ ഒരു മുഖം മൂടിയല്ല, അതായത് ആ കപടമുഖം നമുക്ക് പിന്നീട് ഉണ്ടാവുന്നില്ല.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കള്ളം പറഞ്ഞിട്ടുണ്ടാവാം മുൻപൊക്കെ, ഏതെങ്കിലും കാര്യത്തിൽ കള്ളം കാണിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം, ഗോസിപ്പ് പറഞ്ഞിട്ടുണ്ടാവാം, ആരോടെങ്കിലും നമുക്ക് അനാവശ്യകരമായിട്ട് വഴക്കിട്ടിട്ടുണ്ടാവാം. ചിലപ്പോഴൊക്കെ എന്താണ് ഉള്ളിലൊക്കെ എന്തെങ്കിലും അസൂയ വെച്ചുകൊണ്ട് മറ്റുള്ളവരോട് ചിരിച്ചു കാണിക്കാം. ഇതൊക്കെ എന്താണ്? തൽക്കാലത്തെ ആ ഒരു നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അപ്പൊ നമ്മളൊരു സ്പിരിച്വൽ വേയിലൂടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മുഖംമൂടികളെല്ലാം അഴിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോഴാണ് നമ്മൾ ഇന്നർ വർക്ക്സ് ചെയ്യാൻ തുടങ്ങുമ്പോഴെന്താണ് പരിശുദ്ധി നിറയ്ക്കുകയാണ്. ഹൃദയത്തിൽ പരിശുദ്ധി നമുക്ക് സ്വയം മനസ്സിലാകും. ഇനി ആരോടും ആവശ്യമില്ലാതെ കള്ളം പറയണ്ട, ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കുറ്റം പറയണ്ട, കേൾക്കണ്ട. അതിനുള്ള ആ ഒരു മനസ്ഥിതി ഉണ്ടാവുകയേ ഇല്ല. നല്ല വഴിയിലൂടെ തന്നെ നമുക്ക് വരാൻ സാധിക്കും. അവിടെയാണ് നമ്മൾ ഡിവൈനുമായിട്ട് കണക്റ്റ് ആകുന്നത്. അൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നത് ഈ ഒരു സമയത്താണ്, അവരുടെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതും ഈ ഒരു സമയത്താണ്. മനസ്സിലായി? അപ്പോൾ ഒരുപാട് ഉയർച്ചയിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.